ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജസ്റ്റ് ശ്രീ തിങ്സ്. അപ്പം ഇന്ന് ഞങ്ങൾ മൂകാംബികയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ പ്രോഗ്രാം ഉണ്ട് മൂകാംബികയിൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് 11 മണിക്കാണ് ട്രെയിൻ. കിട്ടുമല്ലേ എന്നുള്ളത് സ്റ്റേഷനിൽ എത്തിയിട്ട് ഞാൻ പറയാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ട്രെയിൻ കിട്ടില്ല എന്നുള്ള ഭയങ്കര ടെൻഷനിലായിരുന്നു കേട്ടോ ഞങ്ങൾ. കാരണം നേരെ നല്ല രീതിക്ക് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ട്രെയിൻ കിട്ടി. കാരണം ട്രെയിൻ നല്ല രീതിക്ക് ഡിലേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു. ഗൈസ്, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി തിരൂര്. ട്രെയിൻ ഇപ്പോഴും എത്തിയിട്ടില്ല. 11:30ക്കാണ് ട്രെയിന്. അനന്യദാസ്. അതെ ഗൈസ്, ഞങ്ങൾ കുറച്ച് പേര് ഒരു കമ്പാർട്ട്മെന്റിൽ. ഇവിടെ ഒരു പരിഷ്കാരി ഉണ്ട്. ഞാൻ പരിഷ്കാരിനെ കാണിച്ചുതരാം. പരിഷ്കാരിനെ കാണാനില്ല. ട്രോളി ഒരുക്കിയിട്ട് എവിടേക്കാണോ എന്തോ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ട്രെയിന് പ്ലാറ്റ്ഫോം 1-ലാണ്. സോ അങ്ങോട്ട് പോവാണ്. 11:30ക്കാണ് ട്രെയിന്. ഞങ്ങൾ രണ്ടാളും ഒരു കമ്പാർട്ട്മെന്റിലാണ്. അപ്പോൾ ഞാൻ ട്രെയിനൊക്കെ വന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ട്രെയിന് ലേറ്റാണ് ഗൈസ്. ഇവിടെ ഒരു സെക്കൻഡ് ഷയ്യായി നിൽക്കുന്നു. എന്താണ് 2 വാക്ക് പറയൂ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് 2 വാക്ക് പറ. എന്താ വെച്ചാൽ പറയും. എൻ്റെ വീഡിയോനെ പറ്റി സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് എന്താ പറയാനുള്ളതെന്ന് പറയാം. നല്ലൊരു വീഡിയോ ആണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതാണ് നല്ലൊരു വീഡിയോ. ബാക്കി വീഡിയോയോ? അല്ല, ബാക്കിയുള്ള എല്ലാ വീഡിയോകളും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്യണം. കുത്തിയിരുന്ന് ചടക്കണം. ട്രെയിൻ ഇപ്പോഴും പട്ടാമ്പ് എത്തിയിട്ടുള്ളൂ. ഞങ്ങളിപ്പോൾ ഇരുന്ന് ഉറങ്ങും ഇവിടെ. അയ്യോ, ട്രെയിന് വന്ന് ഞാൻ ഹായ് പറയൂ. അച്ഛാ ഹായ് പറയൂ. അങ്ങനെ ഉറക്കക്ഷീണമൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയിട്ട് പല്ല് വെച്ചു. പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷായി. പിന്നെ മൂകാംബിക എത്തിയതിന് ശേഷമാണ് പിന്നെ ഭക്ഷണം കഴിച്ചത്. എന്നാലും എൻ്റെ മുഖത്ത് നിന്ന് ഉറക്കക്ഷീണം എപ്പോഴും പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ കുറേ നേരം ഞാൻ പുറത്തേക്ക് നോക്കി ഇങ്ങനെ നിന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ പിന്നെ സൈഡ് സീറ്റ് കിട്ടിയ പിന്നെ പുറത്തത്തെ വ്യൂ അത് പിന്നെ വേറെ തന്നെയുള്ളൂ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂകാംബിക എത്തി. അങ്ങനെ സ്റ്റേഷനിൽ ഇറങ്ങി. എവിടെയാണ്? മൂകാംബികയിലെത്തിയോ? മൂകാംബിക സ്റ്റേഷനിലെത്തി. ഇനി ഇവിടുന്ന് ബസ് കയറിയിട്ട് വേണം മൂകാംബികയ്ക്ക് പോകാൻ. രാവിലെ നാട്ടിലെത്തിച്ച് നമ്മളെ ഫ്രഷായി ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞതാ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ അമ്പലത്തേക്ക് തൊഴാൻ പോകട്ടെ. എല്ലാവരും ഉണ്ട്. എല്ലാവരും ഫ്രഷായി കഴിഞ്ഞ് അമ്പലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു 12 സംതിങ് ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ പോയത്. ഉച്ചയുടെ മുമ്പ് തൊഴുത് വരാമെന്ന് വെച്ചിട്ട് പോയതാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് പിന്നെ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഞങ്ങൾ എല്ലാവരും കൂടി പോവുകയാണ്. ഫൈനലി ഞങ്ങൾ മൂകാംബിക എത്തി. അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. മൂകാംബിക എത്തി ഗൈസ്. ഇവിടെ ഞങ്ങൾ ഇന്ന് രാവിലെ ചാടിച്ച ഹോട്ടലിൻ്റെ പേര് എൻ്റെ പേര് ഹോട്ടൽ ശ്രീലക്ഷ്മി.
പക്ഷേ തലവേദന സമ്മതിക്കുന്നില്ല. ഞങ്ങൾ പോയി എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ വരാം. മഴ പെയ്തു, അമ്മ വന്നോ? ഗൈസ് ഞങ്ങൾ മഴയത്ത് ചായ കുടിക്കാൻ പോവാണ്. പൊരിഞ്ഞ മഴ ഞങ്ങൾക്കൊരു വിഷയമല്ല. മൂകാംബികയിൽ വന്നിട്ട് എനിക്ക് ഇവിടുത്തെ കാപ്പി നല്ല ഇഷ്ടമായി ഗൈസ്. പൊതുവേ ഞാനൊരു കാപ്പി ലവറല്ല, എന്നെ ചായ ലവർ. പക്ഷെ ഇവിടുത്തെ കാപ്പിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ഞങ്ങൾ ചായ കുടിക്കാറില്ലാത്ത. അതെ, അനു ഇപ്പോൾ കാപ്പി കുടിച്ചു. സോ ഞങ്ങൾ കാപ്പി കടി എന്തെങ്കിലും കഴിക്കാൻ പോട്ടെ. എന്നാലും തലവേദനയ്ക്ക് ഒരു ക്ഷാമം കിട്ടുള്ളൂ. വണ്ടി കിടിച്ചപ്പോൾ ചത്തേനെ. കട്ടിയുണ്ടോ ഗൈസ്? ഞങ്ങൾ ഒരു ചായ കുടിച്ചു, 2 വട കഴിച്ചു, കുറച്ചല്ല ഒരു കുഞ്ഞു പാത്രത്തിൽ ഉള്ളിവട കഴിച്ചു. എന്നിട്ട് എത്ര ടോട്ടലായാലും അറിയോ? 230 റുപ്യ. പൈസ മുതലാക്കല്ലേ, എന്ത് തിന്നാണ്ടേ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാർട്ട് 2 ഞാൻ നാളെ ഇടാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരേക്കും ബൈ.